എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള മൊഡ്യൂളാണ്, സയൻസിലെ മൊഡ്യൂളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ് ചെയ്തു. ഇത് 10ാം ക്ലാസ്സിലെ 4ാം അധ്യായത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൈറസ് രോഗങ്ങൾ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഫംഗസ് രോഗങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കൂടി ഈ ഒരു മൊഡ്യൂള് പ്രകാരമുള്ള SCERT ചാപ്റ്ററുകൾ അവസാനിച്ചു. ഇനി നാളെ അടുത്തൊരു മൊഡ്യൂൾ, സയൻസിൽ തന്നെ അടുത്തൊരു മൊഡ്യൂളുമായി നമുക്ക് നാളെ പുതിയ വീഡിയോ തുടങ്ങാം. അപ്പം ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത്. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ എന്ന് പറഞ്ഞാൽ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. നമ്മൾ ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവ ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കും, അതുതന്നെയാണ് രോഗത്തിന് കാരണമായി വരുന്നത്. അപ്പോൾ ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. മനുഷ്യനെ ബാധിക്കുന്ന ചില ഫംഗസ് രോഗങ്ങളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ചിത്രം പരിശോധിക്കാനാണ്. ഇവിടെ നമുക്ക് 2 ഫോട്ടോ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് വട്ടച്ചൊറിയാണ്. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. അടുത്തത് അത്ലറ്റ് ഫൂട്ട് ഒരു ഫംഗസ് രോഗമാണ്. ഇതുകൂടാതെ താരൻ എന്നൊരു ഇതുണ്ട്. താരനും ഫംഗസ് രോഗമാണ്. അപ്പോൾ പ്രധാനമായും 3 ഫംഗസ് രോഗങ്ങളാണുള്ളത്. അത്ലറ്റ് ഫൂട്ടും വട്ടച്ചൊറിയും അതുപോലെ താരനും. ഈ 3 ഫംഗസ് രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ 3 രോഗങ്ങളാണ്. അപ്പോൾ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസ്. പിന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനാണ് ഈ രോഗത്തിന് കാരണം. ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാകുന്ന രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വേം അഥവാ വട്ടച്ചൊറി എന്ന് പറയുന്നത് ചില ഇനം ഫംഗസുകൾ നമ്മുടെ തൊലിയിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളാണ് രോഗം പ്രത്യക്ഷമാകുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. അപ്പോൾ വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗസ് രോഗം സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെയൊക്കെ പകരും. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ് ഫൂട്ട്. കാൽവിരലുകളുടെ ഇടയിലും പാദങ്ങളിലും ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ് ഫൂട്ട്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ ലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അത്ലറ്റ് ഫൂട്ടിൻ്റെ രോഗാണുക്കൾ പ്രവേശിക്കുന്നത് മലിനജലവും അതുപോലെ മണ്ണുമായുള്ള സമ്പർക്കം വഴിയാണ് അത്ലറ്റ് ഫൂട്ട് പരത്തുന്ന രോഗാണുക്കൾ പകരുന്നത്. അത്ലറ്റ് ഫൂട്ട് പരത്തുന്ന ഫംഗസുകൾ പകരുന്നത് മലിനജലം വഴിയും അതേപോലെ മണ്ണുമായുള്ള സമ്പർക്കം വഴിയാണ്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണം. ഇനി നമ്മൾ പറഞ്ഞു ഇത് കൂടാതെ താരനും ഒരു ഫംഗസ് രോഗമാണ്. താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് രോഗമാണ്. താരൻ അഥവാ ഡാൻഡ്രഫ്. മൃതകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോശങ്ങൾ നശിക്കുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകും. പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും. അപ്പോൾ ഇങ്ങനെ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായിട്ട് മാറും. ഈ അവസ്ഥയാണ് താരൻ. അപ്പോൾ പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായിട്ട് മാറും. ഈ അവസ്ഥയാണ് താരൻ. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചില ഇനം ഫംഗസുകൾ
അസഹ്യമായ ചൊറിച്ചിലിനും അണുബാധയും ഉണ്ടാക്കാം. അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം. അപ്പോൾ ഈ താരൻ ഈ സന്ദർഭത്തിൽ, അതായത് നമ്മൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ച് അവ ശൽക്കങ്ങളായി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയാണ് താരൻ എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനം ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കും. ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീഴാനും മുടി കൊഴിച്ചിലിനും കാരണമായേക്കാം. അപ്പോൾ ആ ശൽക്കങ്ങൾ വെളുത്ത പൊടികളായിട്ട് ഇളകി വീഴും, അതേപോലെ മുടി കൊഴിച്ചിലിനും കാരണമാകും. അതാണ് താരൻ എന്ന് പറയുന്നത്. അപ്പോൾ താരൻ എന്താണ്? മൃതകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും. ഇതാണ് താരൻ. അപ്പോൾ ചില ഫംഗസുകളുടെ പ്രവർത്തനം മൂലം ഇത് അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കും. അപ്പോൾ ഇത് അങ്ങനെ ഈ ശൽക്കങ്ങൾ ഒരു വെളുത്ത പൊടികളായി വീഴുകയും മുടി കൊഴിച്ചിലിനും കാരണമാകും. ഇതാണ് താരൻ. അപ്പോൾ താരനും ഒരു ഫംഗസ് രോഗമാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ രോഗം പഠിച്ചു? വൈറസ് രോഗം പഠിച്ചു, ബാക്ടീരിയ രോഗം പഠിച്ചു, ഫംഗസ് രോഗം പഠിച്ചു. ഇനി അടുത്ത രോഗമാണ് പ്രോട്ടോസോവകൾ പരത്തുന്ന രോഗം. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. അപ്പോൾ ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവകൾ എന്ന് പറഞ്ഞാൽ ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. മറ്റേ നമ്മൾ വൈറസുകൾ എന്താണ് പറഞ്ഞത്? കാരിയോട്ടുകളാണ് എന്ന് പറഞ്ഞു. ദ്വിവിഭജനത്തിലൂടെ പെട്ടെന്ന് പെരുകുന്നു എന്ന് പറഞ്ഞു വൈറസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ പ്രോട്ടോസോവകളാണെങ്കിൽ ഏകകോശ യൂക്കാരിയോട്ടുകളാണ്. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ്. പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവകൾ എന്താണ്? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ്. ഇനി മലമ്പനിയുടെ കുറിച്ചാണ് പറയുന്നത്. മലമ്പനിയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിയുടെ രോഗകാരി. മലമ്പനി പരത്തുന്ന പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയമാണ്. ഇനി പ്ലാസ്മോഡിയത്തെ വഹിക്കുന്ന വാഹകരാരാണ്? അനോഫിലിക്സ് പെൺകൊതുകുകളാണ്. അപ്പോൾ മലമ്പനി പകർത്തുന്ന രോഗകാരി ആരാണ്? അനോഫിലിസ് പെൺകൊതുകുകളാണ്. അതിന് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. ആതിഥേയ ജീവി മനുഷ്യരിലേക്കാണ് മലമ്പനി പടരുന്നത്. അപ്പോൾ അനോഫിലിക്സ് പെൺകൊതുകുകൾ വഴി പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ മനുഷ്യരിൽ പരത്തുന്ന രോഗമാണ് മലമ്പനി. മലമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ അനോഫിലിക്സ് പെൺകൊതുകുകൾ വഴി ആതിഥേയ ജീവികളായ മനുഷ്യരിൽ പകർത്തുന്ന രോഗമാണ് മലമ്പനി. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകും. അപ്പോൾ വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച എന്നിവയും ഉണ്ടാകാം. പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണം പ്രധാനപ്പെട്ടത് ഏതാണ്? മലമ്പനിയാണ്. മലമ്പനിക്ക് പകർത്തുന്ന പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയമാണ്. ഏത് വഴിയാണ് പകർത്തുന്നത്? അനോഫിലിസ് പെൺകൊതുക് വഴിയാണ് പകർത്തുന്നത്. മനുഷ്യരിലേക്കാണ് പകരുന്നത്. വിരകളും രോഗകാരികൾ എന്നുള്ള ഭാഗമാണ് അടുത്തത്. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ദരോഗം ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. അപ്പം മന്ദരോഗത്തിന് കാരണമായത് ഫൈലേറിയൽ വിരകളാണ്. മന്ദരോഗത്തിന് കാരണം ഫൈലേറിയൽ വിരകളാണ്. ഇത് പകർത്തുന്ന കൊതുക് ഏതാണ്? ക്യൂലക്സ് കൊതുകുകളാണ്. ക്യൂലക്സ് കൊതുകുകളാണ് മന്ദരോഗം പകർത്തുന്നത്. മലമ്പനി പറഞ്ഞു അനോഫിലിക്സ് പെൺകൊതുകുകൾ, പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞു. എന്നാൽ ഫൈലേറിയൽ വിരകൾ ക്യൂലക്സ് കൊതുകുകൾ വഴി പകർത്തുന്ന രോഗമാണ് മന്ത്. ലിംഫ് വായികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു. ഇതാണ് മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു. ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിൻ്റെ പ്രവാഹം, അതായത് ഒഴുക്ക് തടസ്സപ്പെടുന്നു.
അങ്ങനെ ഇതുമൂലം ലിംഫ് വായുകൾ വീങ്ങുന്ന അവസ്ഥയാണ് മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമൂലം ലിംഫ് വായുകൾ വീങ്ങുന്ന അവസ്ഥയാണ് മന്ത് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്, മന്ത് രോഗികളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഇത് ഫോട്ടോ ഒന്ന് നോക്കി. അപ്പോൾ ലിംഫ് വായുകളിൽ ഫൈലേറിയൻ വിരകൾ തടസ്സം സൃഷ്ടിക്കുമ്പോൾ ലിംഫ് ഗ്രന്ഥികൾ വീങ്ങുന്നു. ഈ അവസ്ഥയാണ് മന്ത് എന്ന് പറയുന്നത്. മന്ത് പരത്തുന്ന കൊതുകുകൾ ക്യൂലക്സ് കൊതുകുകളാണ്. ക്യൂലക്സ് കൊതുകുകൾ വഴിയാണ് മന്ത് പകരുന്നത്. മന്ത്, ഫൈലേറിയൻ വിരകൾ, ക്യൂലക്സ് കൊതുകുകൾ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. മലിനമാകുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ്. കൊതുക്, ഈച്ച പോലുള്ള വാഹകരും പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ. പരിസരം മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അവിടെ നോട്ട് ചെയ്യേണ്ട പോയിട്ടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം ഉള്ളതും. ഇനി രോഗാണുക്കൾ ഇല്ലാതെയും നമുക്ക് രോഗങ്ങൾ വരും. അത്തരം രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ജീവിതശൈലി രോഗങ്ങൾ, അതേപോലെ പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം തൊഴിൽജന്യം, ജനിതകപരം, 4 തരത്തിലാണ് നമുക്ക് രോഗാണുക്കളില്ലാതെ പകരുന്ന രോഗങ്ങൾ. രോഗാണുക്കളില്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതാണ്? രോഗാണുക്കളില്ലാതെ പകരുന്ന രോഗങ്ങൾ ആദ്യത്തേതാണ് ജീവിതശൈലി രോഗം. ജീവിതശൈലി രോഗം നമുക്ക് നമ്മുടെ ജീവിതശൈലിക്ക് കൊണ്ടുവരുന്ന രോഗമാണ്. അപ്പോൾ അവിടെ രോഗാണുക്കളില്ല, ആവശ്യമില്ല, രോഗാണുക്കളല്ല ആ രോഗം പകർത്തുന്നത്. അതേപോലെ ജനിതകപരമായ രോഗങ്ങൾ നമുക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടുന്നതാണ്. അതിനും രോഗാരികൾ അല്ല പകർത്തുന്നത്. അതേപോലെ തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിൽ നമുക്ക് തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന രോഗങ്ങളാണ്. അതിനും രോഗകാരികൾ അല്ലെങ്കിൽ ഇവ സൂക്ഷ്മജീവികളല്ല അവ പകർത്തുന്നത്. അടുത്തതാണ് പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത രോഗം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ മൊഡ്യൂളിൽ ഘടകങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ചില പോഷകഘടകങ്ങളൊക്കെ ആവശ്യമാണ്. അതേപോലെ പോഷകഘടകങ്ങളുടെ ആവശ്യത്തിൽ കൂടുതലായാലും പോഷകഘടകങ്ങൾ കുറവായാലും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാം എന്നുള്ളതൊക്കെ നമ്മളതിൽ പഠിച്ചതാണ്. അപ്പോൾ പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലവും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും. പ്രധാനമായും ഈ 4 രോഗങ്ങളാണ് രോഗാണുക്കൾ ഇല്ലാതെ നമുക്ക് രോഗാണുക്കൾ ഇല്ലാതെ പകരുന്ന രോഗങ്ങൾ. ഇനി ഓരോന്നും പഠിക്കാം. ജനിതക രോഗങ്ങൾ എന്താണ്? കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ജനിതക രോഗങ്ങൾക്ക് കാരണം എന്താണ്? കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയുമാണ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം. സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയുമാണ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഈ ഓരോ രോഗങ്ങളും പഠിക്കാം. ഈ 2 രോഗങ്ങളും വിശദമായി പഠിക്കാം. അതിനു മുമ്പ് ഇവിടെ തൊഴിൽജന്യ രോഗങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്ക് കോളത്തിലുണ്ട്, അതുകൂടി നോക്കിയിട്ട് നമുക്കത് പഠിക്കാം. തൊഴിൽജന്യ രോഗങ്ങൾ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ്, സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ്, ആസ്ബറ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്ബറ്റോസിസ് തുടങ്ങിയവ തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ? തൊഴിൽ സംബന്ധമായ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പടരുന്ന രോഗങ്ങളാണ് തൊഴിൽജന്യ രോഗങ്ങൾ. ഇനി തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ന്യൂമോണിയോസിസ്.
ന്യൂമോകോണിയോസിസ്. അപ്പോൾ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ന്യൂമോകോണിയോസിസ്. അതുപോലെ സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാറിയാണ്. ക്വാറി. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗം ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ക്വാറി. മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗം സിലിക്കോസിസ്. അടുത്തത് സിമ്പിളാണ്. ആസ്ബെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ആസ്ബെറ്റോസിസ്. ആസ്ബെറ്റ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ആസ്ബെറ്റ് ലോസുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗം ആസ്ബെറ്റോസിസ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, നോട്ട് ചെയ്യാത്തവർ നോട്ട് ചെയ്യുക. ഒന്നുകൂടി, കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗം ന്യൂമോകോണിയോസിസ്. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്ക് ക്വാറി. സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്ക് ക്വാറി. മൺപാത്ര നിർമ്മാണം, അതുപോലെ സിറാമിക്സ് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ്. മൺപാത്ര നിർമ്മാണം, അതുപോലെ സിറാമിക്സ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ്. അടുത്തത് നാലാമത്തത് ആസ്ബെറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആസ്ബെറ്റോസിസ്. അപ്പോൾ തൊഴിൽജന്യ രോഗങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏതൊക്കെ ഉണ്ടാകും എന്നുള്ളത് പഠിച്ചു. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജനിതക രോഗങ്ങളുടെ രണ്ട് വിശദീകരണങ്ങളിലേക്ക് നമ്മൾ ജനിതക രോഗങ്ങൾക്ക് 2 ഉദാഹരണം പറഞ്ഞു. സിക്കിൾ സെൽ അനീമിയയും അതുപോലെ ഹീമോഫീലിയയും. ഇനി നമുക്കത് വിശദമായിട്ട് പഠിക്കാം. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. അതിൽ ഹീമോഫീലിയ എന്താണ് എന്നുള്ളത് നോക്കാം. രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഇത്തരം ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലായാൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അപ്പോൾ ആ ജീനുകളുടെ തകരാറ് മൂലം ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകും. ഈ രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല. ഉൽപ്പാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അവ കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനമുണ്ടാക്കുന്നത്. ജനിതക രോഗമായതുകൊണ്ട് തന്നെ ഇതിന് പരിപൂർണ ചികിത്സ നിലവിലില്ല. അപ്പോൾ ഏത് പ്രോട്ടീനാണോ അവിടെ കുറവ് എന്ന് വെച്ചാൽ ആ പ്രോട്ടീന് കുത്തിവെച്ചിട്ടാണ് ഇതിനൊരു താൽക്കാലിക പരിഹാരം കാണുന്നത്. അപ്പോൾ താൽക്കാലിക ഹീമോഫീലിയ എന്താണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇതിന് കാരണം എന്താണ്? പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ സഹായത്തിലാണ് നമ്മൾ രക്തം കട്ട പിടിക്കുന്നത്. ഇത്തരം പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ തകരാറിലാകുന്നതാണ് ഇതിന് ഹീമോഫീലിയക്ക് കാരണം. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഇത് പരിപൂർണ ചികിത്സയില്ലാത്ത രോഗമായതിനാൽ ആ പ്രോട്ടീൻ ഏതാണോ ആവശ്യം അത് കുത്തിവെച്ച് താൽക്കാലിക പരിഹാരമാണ് കാണുന്നത്. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഇത്തരം രോഗികൾക്കായി ചില സാമൂഹിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി പരിചരിക്കാനും ബന്ധുക്കളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാനും ഇത്തരം സന്നദ്ധ സംഘടനകൾ മുൻകൈയെടുക്കുന്നു. അപ്പോൾ അതൊന്നും പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ രോഗമായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കുറേ സന്നദ്ധ സംഘങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും, അരിവാൾ രോഗം എന്ന് പറഞ്ഞാലും ഒരേ രോഗം തന്നെയാണ്. ഒരു ജനിതക രോഗമാണ്. ജനിതക രോഗത്തിന് ഉദാഹരണമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിനും വൈകല്യം വരുത്താം. ജീനുകളുടെ വൈകല്യം
രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിനും വൈകല്യം വരുത്താം. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ വൈകല്യം വരുത്തി കഴിഞ്ഞാൽ തൽഫലമായി ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം ഉണ്ടാകുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകും, ഓക്സിജൻ സംവഹനം ചെയ്യാനുള്ള ശേഷി കുറയുകയും ചെയ്യുന്നു. സിക്കിൾ സെൽ അനീമിയ രോഗികളെ അരുണ രക്താണുക്കൾ സംഭവിക്കുന്ന മാറ്റം നമുക്ക് ചിത്രത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ സംവഹന ശേഷി കുറയും. ഇനി നമുക്കറിയാം അരുണ രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അരുണ രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അപ്പോൾ അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അതുകൊണ്ടാണ് ഇത് അരിവാൾ പോലെ വളയുന്നത് കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയയെ അരിവാൾ രോഗം എന്നും പറയുന്നത്. നമുക്കറിയാം അങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള അരുണ രക്താണുക്കൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നത് കാരണം ഇതുപോലെ അരിവാൾ പോലെ വളയുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറയപ്പെടാൻ കാരണം ഇതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ റൗണ്ടിൽ നിൽക്കുന്നത് അരിവാൾ പോലെ വളയും. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഈ അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയും, കാരണം അങ്ങനെ അരിവാൾ പോലെ ആയിട്ട്. പിന്നെ അതുകൂടാതെ ഈ അരിവാൾ രൂപത്തിലായ ഈ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്നിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഹീമോഫീലിയ രോഗിൻ്റെ നമ്മൾ പറഞ്ഞു, ഇതാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ സംവഹനശേഷി കുറയുന്നതാണ്. അപ്പോൾ അത് കുറയുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഘടന മാറിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള അരുണ രക്താണുക്കൾ അരിവാൾ പോലെ ഷേപ്പിലാവും. അപ്പോൾ അരിവാൾ ഷേപ്പിലാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യും. അതുപോലെ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗത്തിന് അടുത്ത ഒരു ഉദാഹരണമാണ്. അടുത്ത രോഗമാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് രോഗാവസ്ഥയാണ്? അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത്. അപ്പോൾ കോശവിഭജനം വഴി അനിയന്ത്രിതമായി കോശങ്ങൾ പെരുകുന്ന അവസ്ഥയാണ്, പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. നിയന്ത്രണ സംവിധാനങ്ങൾ ഇതോടുകൂടി എന്ത് ചെയ്യും? കോശ വിഭജന പ്രക്രിയയുടെ നിയന്ത്രണ സംവിധാനങ്ങളാകെ തകരാറിലാക്കും. അപ്പോൾ സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായിട്ട് മാറുകയും ചെയ്യും. പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാകാം. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ എന്നിവ നമ്മുടെ ക്യാൻസർ രോഗത്തിന് കാരണമാകാം. രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാക്കാം. അപ്പോൾ ഇങ്ങനെ പെരുകുന്ന ഈ ക്യാൻസർ കോശങ്ങൾ രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ മറ്റു കോശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ട് രോഗാവസ്ഥ സങ്കീർണമാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് ക്യാൻസർ കോശങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സാധാ കോശങ്ങളും അത് പെരുകി ക്യാൻസർ കോശങ്ങളായി മാറുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സക്കായി പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മൾ കീമോ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഈ പെരുകുന്ന കോശങ്ങളെ കരിച്ച് കളയുന്നതാണ് ഈ കീമോ എന്ന് പറയുന്നത്. അവയെ കരിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന അവസ്ഥ ആണ്
കീമോ എന്ന് പറയുന്നത്. അപ്പോൾ ശസ്ത്രക്രിയ, രാസചികിത്സ, വികിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസർ ചികിത്സക്കായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രോഗം മൂർജിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാണ്. അപ്പോൾ ക്യാൻസർ നമുക്കറിയാം 3-4 സ്റ്റേജ് ഉണ്ട്. ഈ 4 സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കാൻ കഴിയില്ല. ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി ക്യാൻസറും കേരളവും എന്ന് പറഞ്ഞൊരു നമ്മളെ ജസ്റ്റ് ഒരു ബേസിക് ഫാക്റ്റാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ക്യാൻസറും കേരളവും 50,000-ൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷവും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നും 20% ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നു. തിരുവനന്തപുരം RCC. അപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. RCC അഥവാ റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇവരുടെ പഠനം തെളിയിക്കുന്നത് ഏകദേശം 20% ക്യാൻസർ ഉണ്ടാകുന്നത് ചില ആഹാര ഘടകങ്ങൾ മൂലമാണ് എന്നാണ് ഇവരുടെ പഠനം തെളിയിക്കുന്നത്. ഏകദേശം 50,000 പുതിയ ക്യാൻസർ രോഗികളാണ് വർഷവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പുരുഷന്മാരിൽ 50% ക്യാൻസറുകളെയും വായു, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരുഷന്മാരിലെ ക്യാൻസറിൽ 50%വും വായ്, തൊണ്ട, ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം പുകവലിയും മദ്യപാനവുമാണ്. അപ്പോൾ പുകവലിയും മദ്യപാനമാണ് പുരുഷന്മാരിലെ ക്യാൻസറിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. 50% വായ്, തൊണ്ട, ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായി പരിഗണിക്കുന്നില്ല. ക്യാൻസർ ഒരു ജനിതക രോഗമാണെങ്കിലും അതൊരു പാരമ്പര്യ രോഗമായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ളത് കാര്യങ്ങൾ അത്രയാണ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ജനിതക രോഗങ്ങൾ പഠിച്ചു, ഇനി ജീവിതശൈലി രോഗങ്ങളാണ്. ഇപ്പോൾ ജനിതക രോഗങ്ങൾ നമ്മൾ പഠിച്ചു, തൊഴിൽജന്യ രോഗങ്ങൾ പഠിച്ചു, ഇനി ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനാരോഗ്യകരമായ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി വരുത്തുന്ന രോഗങ്ങളാണ്. പേരിൽ തന്നെ നമുക്കറിയാലോ, ജീവിതശൈലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ, അനാരോഗ്യകരമായ കാര്യങ്ങൾ മൂലം ക്ഷണിച്ചു വരുത്തപ്പെടുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മുടെ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം, നമ്മുടെ ജങ്ക് ഫുഡ്, അങ്ങനെ തോന്നിയ പോലുള്ള ഭക്ഷണം, അതുപോലെ വ്യായാമം ഇല്ല, ആർക്കും എക്സസൈസ് ഇല്ലല്ലോ, പ്രോപ്പറായ എക്സസൈസിൻ്റെ കുറവ്, പിന്നെ മാനസിക സംഘർഷം, അതുപോലെ മദ്യപാനം, പുകവലി, അങ്ങനെ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒക്കെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ. ഇനി ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയെന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കേണ്ട ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 ജീവിതശൈലി രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ കോളം തന്നിട്ടാണ് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പ്രമേഹം അഥവാ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ കാരണം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ. നമ്മുടെ ശരീരത്തിലെ ഹോർമോണായ ഇൻസുലിൻ്റെ കുറവോ, ഇൻസുലിൻ ഹോർമോണിൻ്റെ കുറവോ അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തന വൈകല്യവുമാണ് ഷുഗർ അഥവാ പ്രമേഹത്തിന് കാരണമാകുന്നത്. അപ്പോൾ പ്രമേഹത്തിന് കാരണമാകുന്നത് ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമോ ആണ് പ്രമേഹം അഥവാ ഷുഗറിന് കാരണമാകുന്നത്. ഫാറ്റി ലിവർ അടുത്ത രോഗമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന് കാരണം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നത്. ഫാറ്റി ലിവറിന് കാരണമാകുന്നത് എന്താണ്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലോ, ഫാറ്റി ലിവർ, കൊഴുപ്പ് അടങ്ങിയ ലിവർ. അവർക്ക് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണമാകുന്നത്.
അടുത്തതാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്. പക്ഷാഘാതത്തിന് കാരണമാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ്. പക്ഷാഘാതം അഥവാ സ്ട്രോക്കിന് കാരണമാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, അതുപോലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഈ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടാണ് സ്ട്രോക്ക് വരുന്ന ആളുകളുടെ ശരീരം ഒരു ഭാഗം മൊത്തത്തിൽ തളരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകളൊക്കെ തലച്ചോറുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഞരമ്പ് പൊട്ടുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് വരുന്ന ആളുകൾ ഒരു ഭാഗം മുഴുവൻ, ഏത് സൈഡിലാണോ പൊട്ടിയത് ആ ഭാഗം മുഴുവൻ നമുക്ക് ശരീരം കഴിയാത്ത അവസ്ഥ വരും. അതാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ രക്തക്കുഴലുകൾ പൊട്ടുന്നതോ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതോ ആണ് സ്ട്രോക്കിന് കാരണം. അടുത്തതാണ് ഹൈ ബി പി, അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി പി. അതിന് കാരണം കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഹൈ ബി പിക്ക് കാരണം. ഹൈ ബി പി അഥവാ അമിത രക്തസമ്മർദ്ദത്തിന് കാരണം കൊഴുപ്പുകൾ അടിഞ്ഞിട്ട് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ്. അടുത്തതാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്. അതിന് കാരണം എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കിന് കാരണം എന്താണ്? ഹൃദയങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ ഏതാണ്? കൊറോണറി ധമനിയാണ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നത് കൊറോണറി ധമനികളാണ്. ഈ ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൊണ്ട് രക്തത്തിൻ്റെ ആ ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. അതാണ് ചില ആളുകൾക്കൊക്കെ സൈലൻ്റ് അറ്റാക്ക് ഉണ്ടാവും, കാരണം ഇത് കണ്ടെത്താൻ വൈകിയതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് ഈ കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി. ഈ ബ്ലോക്ക് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇനി വേറൊരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ബൈപ്പാസാണ്. ബൈപ്പാസ് ആകുമ്പോൾ നമ്മളത് ഫുള്ള് ഓപ്പറേഷൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന ഇതാണ് ബൈപ്പാസ്. അപ്പോൾ ഹൃദയാഘാതം. പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം. ഒന്നുകൂടി പറയാം, പ്രമേഹം, ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യമാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം. പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും അതുപോലെ രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്. ഹൈ ബി പി, അമിത രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ്. കൊഴുപ്പടിഞ്ഞുകൂടി രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഹൈ ബി പിക്ക് കാരണം. ഹൃദയാഘാതത്തിന് കാരണം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്കിന് കാരണം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് ഹാർട്ട് അറ്റാക്കിന് കാരണം. ഇനി ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുകവലി മൂലം ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പുകവലി മൂലമാണെങ്കിൽ പക്ഷാഘാതം, അതേപോലെ നിക്കോട്ടിക്കിന് വിധേയത്വം എന്നിവ നമ്മുടെ തലച്ചോറിൽ മസ്തിഷ്കത്തിൽ ഉണ്ടാകും. ശ്വാസകോശത്തിലാണെങ്കിൽ ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംസീമ എന്നിവക്ക് പുകവലി കാരണമാകും. അതേപോലെ നമ്മളെ കരളിലാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ, പ്രവർത്തനക്ഷമത കുറയൽ എന്നിവ കരളിലും. അപ്പോൾ നമ്മളെ കരളിനെയും തലച്ചോറിനെയും ശ്വാസകോശത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുകവലി. അത് കുട്ടികൾക്കൊരു ബോധവൽക്കരണത്തിന് വേണ്ടി കൊടുത്തതാണ്. പുകവലി എത്രക്ക് ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരിലെ രോഗങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ജന്തുക്കളിലുള്ള രോഗങ്ങളും അതിൻ്റെ രോഗകാരികളാണ്. ജന്തുരോഗങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും പലതരം രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായി SCRTയിൽ വരുന്ന ഈ രോഗങ്ങൾ ഒന്ന് ആന്ത്രാക്സ്, അകിടുവീക്കം.
അത് ബാക്ടീരിയ രോഗമാണ്. വൈറസ് രോഗമായി കുളമ്പ് രോഗം. ഇപ്പോൾ ജന്തു രോഗങ്ങൾ നമുക്ക് SCRT പഠിക്കാനുള്ളത് 3 രോഗങ്ങളാണ്. അതിൽ ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവ ബാക്ടീരിയ രോഗങ്ങളും കുളമ്പ് രോഗം വൈറസ് രോഗമാണ്. അപ്പോൾ കുളമ്പ് രോഗം പരത്തുന്നത് വൈറസും, ആന്ത്രാക്സും അകിട് വീക്കവും ബാക്ടീരിയയുമാണ് പകർത്തുന്നത്. ഈ 3 രോഗങ്ങളാണ് നമുക്ക് ജന്തു രോഗങ്ങൾ പഠിക്കാനുള്ളത്. അടുത്തതാണ് സസ്യങ്ങൾ. ജന്തുക്കൾക്ക് മാത്രമല്ല സസ്യങ്ങൾക്കും രോഗങ്ങൾ ഉണ്ടാവും. സസ്യങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികൾ മൂലം സസ്യങ്ങൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ സൂചിപ്പിക്കുന്ന പട്ടിക കൊടുക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട സസ്യ രോഗങ്ങളാണ് ഇനി നമുക്ക് ഈ കോളത്തിൽ തന്നിട്ടുള്ളത് പഠിക്കാനുള്ളതാണ്. ബാക്ടീരിയ രോഗങ്ങൾ. സസ്യങ്ങളെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ബാക്ടീരിയ രോഗങ്ങൾക്ക്, സസ്യങ്ങളെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും. നമുക്ക് ഈ നെൽച്ചെടിയിലേന്ന് തരില്ല, ബ്ലൈറ്റ് രോഗം എന്ന് കേട്ടാൽ അത് സസ്യങ്ങളെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ വരണം. ബാക്ടീരിയ രോഗം ഏതാണ്? സസ്യങ്ങളെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. ബ്ലൈറ്റ് രോഗവും വാട്ടരോഗവും. ബ്ലൈറ്റ് രോഗം, വാട്ടരോഗം ബാക്ടീരിയ രോഗമാണ്. ബ്ലൈറ്റ് വാട്ട ബാക്ടീ, ബ്ലൈറ്റ് വാട്ട ബാക്ടീ. വൈറസ് രോഗങ്ങൾ ഏതാണ്? പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഇപ്പോൾ സസ്യങ്ങളിലെ വൈറസ് രോഗങ്ങൾ ഏതാണ്? മൊസൈക്ക് രോഗവും കുറുനാമ്പ് രോഗവും. മൊസൈക്ക് രോഗവും കുറുനാമ്പ് രോഗവും വൈറസ് രോഗങ്ങളാണ്. പയർ, മരച്ചീനി എന്നിവയിലുണ്ടാകുന്ന രോഗം വൈറസ് രോഗമാണ് മൊസൈക്ക് രോഗം. വാഴയിലുണ്ടാകുന്ന കുറുനാമ്പ് രോഗം, കൂമ്പ് ചീയൽ രോഗം അല്ലെങ്കിൽ കുറുനാമ്പ് രോഗം വൈറസ് രോഗത്തിന് ഉദാഹരണമാണ്. ഇനി ഫംഗസ് രോഗത്തിനോ? കുരുമുളകിൻ്റെ ദ്രുതവാട്ടം, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ. ഫംഗസ് രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തെങ്ങിൻ്റെ കൂമ്പ് ചീയലും കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. കുരുമുളകുണ്ട് പെട്ടെന്ന് വാടും, ആ അവസ്ഥയാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗസ് ബാധിക്കുന്ന രോഗങ്ങളാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ രോഗവും. ഒന്നുകൂടി നോക്കാം. ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണം നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗവും വഴുതനയിലെ വാട്ടരോഗവും. വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണം പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം. വാഴയിലെ കുറുനാമ്പ് രോഗം, പയർ, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണം. ഫംഗസ് രോഗത്തിന് ഉദാഹരണം കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പ് ചീയലും. കുരുമുളകിൻ്റെ ദ്രുതവാട്ടവും തെങ്ങിൻ്റെ കൂമ്പ് ചീയലും എന്തിനുദാഹരണമാണ്? ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ കോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നോട്ടിൽ എഴുതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതോടുകൂടി ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള മൊഡ്യൂൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി അവസാനിക്കണം. ആകെ നമുക്ക് 2 ചാപ്റ്റർ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. ഇനി വിലയിരുത്താം. ഇതിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്. ഇതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഇത് സിമ്പിളാണ്. ഉത്തരം ബി ആണ്, നിപ്പ വൈറസ്. അങ്ങനെയാണ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറ്. നിപ്പ വൈറസ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. ക്ഷയവും ഡിഫ്തീരിയയും ആന്ത്രാക്സും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ്. ഡിഫ്തീരിയ രോഗം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ക്ഷയരോഗം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ആന്ത്രാക്സ് പരത്തുന്ന ആന്ത്രാക്സ് ഒരു ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സ്, അകിട് വീക്കം എന്നിവ ബാക്ടീരിയ രോഗമാണ് എന്ന് നമ്മളിപ്പോൾ ജന്തു രോഗത്തിൽ പഠിച്ചതാണ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. നിപ്പ, അതുപോലെ എയ്ഡ്സ്. നമ്മൾ വൈറസ് രോഗം പഠിച്ചല്ലോ, ഫസ്റ്റ് പഠിച്ചതിന് അതിൽ നിപ്പൻ്റെ ഒരു കോട്ടിങ്ങാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് വൈറസ് രോഗത്തിൽ. അപ്പോൾ നിപ്പ വൈറസ് രോഗമാണ്. എയ്ഡ്സ് വൈറസ് രോഗമാണ്. ഇതുപോലെ കൊറോണയൊക്കെ വൈറസ് രോഗമാണ്. ഓക്കെ.
സസ്യരോഗങ്ങൾ വ്യാപകമാകുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടോ? അപ്പോൾ അവിടെ നിന്നും കൂടുതൽ വായിക്കാനില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മളെ ഈ മൊഡ്യൂൾ കഴിഞ്ഞ് നാളെ നമുക്ക് അടുത്തൊരു മൊഡ്യൂളാണ്. അതിൻ്റെ SCERT ക്ലാസ്സുകൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോട്ട് എഴുതണം, നോട്ട് എഴുതി പഠിക്കണം. അപ്പോഴേ നമ്മളെ മൈൻഡിൽ കയറുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരികൾക്കിടയിലൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.